അമ്പരപ്പിക്കുന്ന വാർത്തയാണ് പാകിസ്ഥാനിൽ നിന്നും പുറത്തുവരുന്നത്. പാകിസ്ഥാനിലെ ക്വയറ്റയിൽ ബലൂചിസ്ഥാൻ വിഘടനവാദികൾ ജാഫർ എക്സ്പ്രസ് ട്രെയിൻ ഹൈജാക്ക് ചെയ്തു. ബലൂചിസ്ഥാനിൽ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന വിഘടനവാദി സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് ഹൈജാക്കിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. റെയിൽവേ ട്രാക്കുകൾ തകർത്ത് ട്രെയിൻ നിർത്താൻ നിർബന്ധിച്ചതിന് പിന്നാലെയാണ് ഇവർ ട്രെയിനിനകത്തേക്ക് പ്രവേശിച്ചത്. 6 പാകിസ്ഥാൻ സൈനികർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ട്രെയിനിലുണ്ടായിരുന്ന 450 യാത്രക്കാരെ ബന്ദികളാക്കുകയും ചെയ്തു. പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ സർക്കാരിനെതിരെ കലാപം നടത്തുന്ന ബലൂച്ച് ലിബറേഷൻ ആർമി ബലൂച്ച് ജനതയോട് സർക്കാർ മോശമായി പെരുമാറിയതിനുള്ള മറുപടിയാണ് ഹൈജാക്കെന്ന് അവകാശപ്പെട്ടു. പാകിസ്ഥാൻ സൈന്യം ഗ്രൂപ്പിനെതിരെ സൈനിക നടപടികൾ ആരംഭിച്ചാൽ ബന്ദികൾ കൊല്ലപ്പെടുമെന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി വക്താവ് ഗിയാനന്ദ് ബലൂച്ച് മുന്നറിയിപ്പ് നൽകി. ബന്ദികളുടെ സുരക്ഷയെക്കുറിച്ചും കൂടുതൽ അക്രമത്തിനുള്ള സാധ്യതയെക്കുറിച്ചും ഭീഷണികൾ ഉയർത്തിയിട്ടുണ്ട്. ജാഫർ എക്സ്പ്രസ് ഹൈജാക്ക് ചെയ്തത് മേഖലയിലെ ക്രമസമാധാനം നിലനിർത്താനുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ കഴിവിനെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നു. റെയിൽവേ ട്രാക്കുകൾ തകർത്ത് ട്രെയിൻ നിർത്താൻ ഹൈജാക്കർമാർക്ക് കഴിഞ്ഞത് രാജ്യത്തെ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളിലെ ആശങ്കാജനകമായ ദുർബലതയെ എടുത്തു കാണിക്കുകയാണ്. കൂടാതെ ബലൂച്ച് ജനതയുടെ പരാതികൾ പരിഹരിക്കുന്നതിന് കൂടുതൽ സൂക്ഷ്മവും സുസ്ഥിരവുമായ ഒരു സമീപനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും സംഭവം വിരൽ ചൂണ്ടുന്നു. വിഘടനവാദ പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ സർക്കാർ സൈനിക ശക്തിയെ ആശ്രയിക്കുന്നതിനെ മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ വിമർശിക്കുകയും സംഘർഷത്തിന് കാരണമായ പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. കൂടുതൽ അക്രമവും അസ്ഥിരതയും തടയുന്നതിനായി പാകിസ്ഥാൻ സർക്കാർ ബലൂച്ച് ജനതയുമായി അർത്ഥവത്തായ സംഭാഷണത്തിൽ ഏർപ്പെടുകയും അവരുടെ ന്യായമായ പരാതികൾ പരിഹരിക്കുകയും വേണം. പ്രവിശ്യയ്ക്ക് കൂടുതൽ സ്വയംഭരണവും പ്രാതിനിധ്യവും നൽകുന്നതും വിഘടനവാദ വികാരത്തിന് ആക്കം കൂട്ടിയ സാമ്പത്തികവും സാമൂഹികവുമായ അസമത്വങ്ങൾ പരിഹരിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹത്തിനും പങ്കുണ്ട്. അനുരഞ്ജന ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പിന്തുണ നൽകുന്നതും പാകിസ്ഥാൻ സർക്കാരിനെ അതിന്റെ മനുഷ്യാവകാശ ബാധ്യതകൾക്ക് ഉത്തരവാദിത്തപ്പെടുത്തുന്നതും ഇതിൽ ഉൾപ്പെടുകയാണ്. ജാഫർ എക്സ്പ്രസ് ട്രെയിൻ ഹൈജാക്ക് ചെയ്തത് ബലൂചിസ്ഥാനിൽ തുടരുന്ന പാകിസ്ഥാൻ സർക്കാരിന്റെ അസ്ഥിരതയുടെയും അക്രമത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ്. കൂടുതൽ രക്തച്ചൊരിച്ചിൽ തടയുന്നതിനും ശാശ്വത സമാധാനം കൊണ്ടുവരുന്നതിനും പാകിസ്ഥാൻ സർക്കാർ ബലൂച്ച് ജനതയുമായി അർത്ഥവത്തായ ചർച്ചയിൽ ഏർപ്പെടുകയും അവരുടെ ന്യായമായ പരാതികൾ പരിഹരിക്കുകയും വേണം. മേഖലയിൽ സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹവും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്.